ദൈവകൃപയാൽ കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 8ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. കഴിഞ്ഞ നാളുകൾ നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന്, പ്രാർത്ഥനാ സഹായത്തിന്, സഹകരണത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ സെക്ഷനിൽ 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ഇന്ന് 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം മുതൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. അടുത്ത് തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ എന്നിട്ട് നിങ്ങൾ ചേർത്തിരിക്കുന്നു. ഇവിടെ ആ ദൈവസഭയുടെ അന്നത്തെ അനുഭവത്തെക്കുറിച്ച് പൗലോസ് വിവരിക്കുകയാണ്. പൗലോസ് വിവരിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും ആ വ്യക്തി എന്ത് ചെയ്യുകയാണ്? അപ്പോൾ തന്നെ താൻ സംതിങ് ആണ് എന്നുള്ള ചിന്തയോട് വരികയാണ്, അല്ലേ? ഏറ്റവും മോശമായൊരു പ്രവൃത്തി ചെയ്യുന്നു, അപ്പോൾ തന്നെ താൻ ഏറ്റവും മിടുക്കെന്നുള്ള ചിന്തയിലേക്ക് വരുന്നതായ അനുഭവം. ഇന്നത്തെ ദൈവസഭയുടെ അനുഭവങ്ങളും ഇപ്രകാരം തന്നെയാണ്. പലപ്പോഴും അവരവരുടേതായുള്ള വീഴ്ചകൾ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയമായി മാറിക്കുന്നത്. ഇവിടെ ഈ മനുഷ്യൻ വളരെ മോശമായ കാര്യം ചെയ്യുമ്പോഴും ഞാനത് ചേർത്തിരിക്കുകയാണ്. അടുത്തത്, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. അപ്പോൾ ഈ ദോഷപ്രവൃത്തി ചെയ്യുന്നവരെ സഭയും എന്ത് ചെയ്യുന്നില്ല, അവനെ വിലക്കുന്നില്ല എന്നുള്ളതാണ് ആ സഭയുടെയും കഷ്ടം. വ്യക്തി ഒരു തെറ്റ് ചെയ്യുന്നു, ആ വ്യക്തിയെ ശാസിക്കുന്നില്ല, ആ വ്യക്തിയെ തിരുത്തുവാൻ ശ്രമിക്കുന്നില്ല, സഭ അദ്ദേഹത്തെ കൊണ്ടുപോവുക അവനോടുകൊണ്ട്. അതിനൊക്കെയാണ് പൗലോസ് ആ ഭാഗത്ത് വിമർശിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ആധുനിക സഭയെടുത്ത് പഠിച്ചു നോക്കിയാൽ ഇതൊക്കെ നടക്കുന്ന സഭയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ്? ഒരു വശത്ത് മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നു, ആ തെറ്റുകൾ ചെയ്യുന്നവനെ കറക്റ്റ് ചെയ്യുവാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. അത് മാത്രമല്ല, ആ തെറ്റ് ചെയ്തവൻ്റെ തെറ്റിനെ പ്രോത്സാഹിപ്പിച്ച് ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്ന അനുഭവം കാണാറുണ്ട്, അല്ലേ? പലപ്പോഴും നമ്മൾ വാർത്താമാധ്യമങ്ങൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ തെറ്റ് ചെയ്തവരെ നമ്മൾ കാണുന്നു. ആ തെറ്റ് ചെയ്തവർ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ അവർ ആ തെറ്റല്ലാതെ ന്യായമായ പ്രവൃത്തി എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതായ അനുഭവങ്ങളിലേക്ക് വരുന്നതായ ദുഷ്പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. ഇത് തന്നെയാണ് ദൈവസഭയ്ക്കകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ദൈവസഭയ്ക്ക് മാറ്റം വരേണ്ടത്. ലോകമനുഷ്യൻ തെറ്റ് ചെയ്തിട്ട് തെറ്റെന്ന് ന്യായീകരിച്ചാൽ കേൾക്കാൻ രസമുണ്ട്, കാരണം അവന് പ്രമാണങ്ങളില്ലെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ വ്യക്തമായ പ്രമാണമുള്ള മനുഷ്യൻ പോലും എന്ത് ചെയ്യുകയാണ്? ഈ തെറ്റുകളെ ന്യായീകരിക്കുന്നത് കാണുമ്പോഴാണ് ഇവിടെ പൗലോസ് അവരെ അതിനെ വിമർശിക്കുന്നത്. എങ്കിലും ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവുടെ കൂടെയുള്ളവനായി നിങ്ങളെ മധ്യയിരിക്കുന്നവനായി തന്നെ ദുഷ്കർമ്മം ചെയ്തതിനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. പലപ്പോഴും തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യൻ ആ തെറ്റുകളിൽ അതിനൊരു ബോധ്യമുണ്ടാകാതെ സ്വയം നീതീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവസഭയുടെ ഉത്തരവാദിത്വമാണ് ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുക എന്നുള്ളത്. അവരെ ശാസിക്കുക, തിരുത്താൻ ശ്രമിക്കുക, അവൻ ആ നിലകളിൽ വരുന്നില്ലെങ്കിൽ അവനെ മാറ്റി നിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ അവരെ ദൈവത്തിലേക്ക് ആത്മരക്ഷകരൊക്കെ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കണമായിട്ട്. ജഡസംഹാരം സംഭവിച്ചാൽ പോലും ആത്മരക്ഷ പ്രാപിക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു ഉപദേശമാണ് ഇവിടെ പൗലോസ് കൊടുക്കുന്നത്. എവിടുന്ന് 6-ാം വാക്യം നിങ്ങൾ പ്രശംസ നടന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? ഇവിടെ ചെറിയ തെറ്റുകളാണെങ്കിൽ പോലും അത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നിലകളിൽ മലിനപ്പെടുത്തും എന്നുള്ളതായ ഒരു കാര്യം ഇവിടെ നമ്മളെ പൗലോസ് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിവരം പഠിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെ കാണുവാനായിട്ട് കുറവുകളെ മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അസാരം
പുളിമാവ് ആ പിണ്ണത്തെ മുഴുവൻ പുളിപ്പിക്കുന്ന പോലെ നമ്മൾ മലിനപ്പെട്ട് പോകാതിരിക്കാൻ സൂക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ണമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കി കളവീൻ. അവിടെ പഴയതായ പ്രവർത്തികളെ, കപടഭക്തിയെ അല്ലെങ്കിൽ പഴയ മനുഷ്യനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ മനുഷ്യരായി, പുതിയ സൃഷ്ടികളായ ഇത് പങ്കെടുത്താൽ പറയുകയാണ്. നമ്മുടെ ക്രിസ്തുജീവിതത്തെ മലിനപ്പെടുത്തുന്നതായ ക്രിസ്തീയ സാക്ഷ്യകൃതികളെന്നായ ഒന്നിൽ ഇടപെടാതിരിക്കാനായി സൂക്ഷിക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്വം നമുക്ക് വചനം പഠിക്കുമ്പോഴുണ്ട്. നാം അത് അപ്രകാരം തന്നെ പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെ ആ 7-ന്റെ 2-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, നമ്മുടെ പ്രസവ കുഞ്ഞാട് ആർക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചുറ്റുപാടുള്ള പലരും ഈസ്റ്റർ ആഘോഷിക്കേണ്ടതായിത്തീർന്നു. അതുപോലെ വാരം എന്നുള്ളതായ കഷാനുവാഴ്ച എന്നൊക്കെ പറഞ്ഞതായ ഒരാഴ്ച ഉണ്ടായിരുന്നു. ഓശാന ഞായറാഴ്ച മുതൽ ഇങ്ങോട്ടുള്ളതായ ഉയർപ്പ് ഞായറാഴ്ച വരെയുള്ളതായ ആ ഒരു ആഴ്ചയാണ് വാരം അല്ലെങ്കിൽ കഷ്ടാനുവാഴ്ച എന്നൊക്കെ ആളുകൾ പറയുന്നത്. ഓക്കെ, അവിടെ അതിലുള്ള ആ ആഴ്ചയുള്ളത് പ്രത്യേക ദിവസമാണ് പെസഹ എന്നുള്ളത്. മിസ്രൈമിലേക്ക് ദൈവം തമ്പുരാൻ 10 ബാധയായി പറഞ്ഞിടയായിത്തീർന്നു. ഒന്നിനു പറയും ഒന്നായി 10 ബാധകൾ. അതിൽ ഏറ്റവും ഒടുവിൽ അയച്ച ബാധയാണ് കടിഞ്ഞൂൽ സംഹാരം. കടിഞ്ഞൂൽ സംഹാരം നടക്കുന്നതിന് മുമ്പായിട്ട് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരു ആട്ടിൻ കുഞ്ഞിനെ അറുത്ത് അതിന്റെ രക്തം കട്ടളക്കാലുമേലും കുറുമ്പടിമേലും വരണം. രക്തത്തിന്റെ അടയാളം കാണുമ്പോൾ സംഹാരദൂതൻ നിങ്ങളെ വിട്ടുപോകുമെന്ന് പറയുകയായിത്തീർന്നു. അങ്ങനെ കുഞ്ഞാടിനെ അറുത്ത് ആ രക്തം കട്ടളക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടിയതായ ഭവനങ്ങളിൽ നിന്ന് സംഹാരദൂതൻ മാറിപ്പോവുകയും അതില്ലാത്തതായ മിസ്രൈമിൻ്റെ ആ ദേശവാസികളിൽ കൊട്ടാരം മുതൽ കുടിൽ വരെ അവിടെ കടിഞ്ഞൂൽ സംഹാരം സംഭവിക്കുകയും ചെയ്തു. ദുഃഖത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും നിലവിളിയുടെയും അനുഭവങ്ങളായി ആ രാത്രി മാറിയപ്പോൾ ഒരു കൂട്ടര് കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായി വിടുതൽ പ്രാപിച്ച് സംഹാരദൂതനാൽ പിടിക്കപ്പെടാതെ അവരവിടുന്ന് മുന്നോട്ട് വരുവാനിടയായിരുന്നു. എവിടേക്ക് പോകാൻ യാത്രയായിത്തീർന്നു? വാഗ്ദത്തദേശത്തേക്ക് പോകാനിടയായിത്തീർന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ ആ ആഘോഷം, ആ പെസഹ ആചരിക്കുവാനായിട്ട് അവർക്ക് പ്രമാണം കൊടുത്തു. അവർ ആചരിച്ചു വരികയായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ പെസഹയുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ മിസ്രൈമിലല്ലായിരുന്നു, മൃതാക്കന്മാർ മിസ്രൈമിലല്ലായിരുന്നു, നമ്മൾ ഇസ്രായേൽ മക്കളല്ലായിരുന്നു, നമ്മൾ ഇസ്രായേൽ മക്കളുടെ സംബന്ധമില്ലാത്തവരാണ്. അപ്പോൾ നമുക്ക് ആ പെസഹയുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, ക്രിസ്തുവാണ്. മിസ്രൈമിൽ നിന്ന് അടിമത്തിൽ വരുവാൻ വേണ്ടി അറുക്കപ്പെട്ട ഒരു കുഞ്ഞാട് രക്തത്താൽ ആ ജനം വിടുതൽ പ്രാപിച്ച് വാഗ്ദത്തദേശമായ കനാനിലേക്ക് പോയി. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തല്ല, അങ്ങനെയല്ല രക്ഷപ്പെടുന്നത്. നമുക്കൂടെ അറക്കപ്പെട്ടത് കുഞ്ഞാടാണ്, ക്രിസ്തു കുഞ്ഞാടാണ് നമുക്ക് അറക്കപ്പെട്ടത്. അതുകൊണ്ട് നാം ആ പെസഹ ആചരിക്കേണ്ട ആവശ്യമില്ല. അതേസമയം കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനായിട്ട് കർത്താവ് സഹായിക്കും. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു, ക്രിസ്തുവാണ്. മിസ്രൈമിൽ നിന്ന് വന്നവർക്ക് അവിടെ ഒരു ആട്ടിൻകുട്ടിയാണ് അറക്കപ്പെട്ടതെങ്കിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മെ രക്ഷിപ്പാൻ പാപത്തിന്റെ ശമ്പളമായ നിത്യ മരണത്തിൽ നമ്മൾ വിടുവിച്ച് നിത്യജീവൻ നമ്മെ അവകാശിക്ക് തീർക്കുവാൻ വേണ്ടി ഇസ്രായേൽ പൗരരോട് സംബന്ധമില്ലാത്തവരായി, ദൈവത്തോട് ബന്ധമില്ലാത്തവരായി, ദൈവിക അനുഗ്രഹങ്ങൾ യോഗ്യരല്ലാത്തവരായി, ദൈവിക വാഗ്ദത്തങ്ങൾ അന്യന്മാരായി നമ്മെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് മരണത്താൽ അല്ല വിശ്വാസത്താൽ നമുക്ക് രക്ഷപ്പെടായി കർത്താവ് അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളെ തിരുവാനായി അധികാരം നൽകിയിരിക്കുന്നു. ദൈവിക ആ വിശ്വാസാൽ ദൈവിക മക്കളായി നമ്മളെ സംബന്ധിച്ചോളം നാം അവകാശികളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. നമുക്കത്ര ശ്രേഷ്ഠം വരെ പദവിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി അർക്കപ്പെട്ടതോർത്ത് നന്ദിയുള്ളവരായ നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാനും അവനെ വിശ്വാസം സേവിപ്പാനും കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.
ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ തന്നെ ഉത്സവം ആചരിക്കണം. അപ്പോൾ നമ്മൾ ഇനി ഉത്സവം ആചരിക്കേണ്ടത് എങ്ങനെയാണ്? പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മകളെ കൊണ്ടല്ല, ദുഷ്ടതയെ കൊണ്ടല്ല, പിന്നെന്താണ്? സ്വച്ഛതയും സത്യമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം എപ്രകാരമായിരുന്നു, ആ പഴയ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പുതിയ സൃഷ്ടികളായി പുതിയ പ്രമാണപ്രകാരം ദൈവത്തിന് അധിഷ്ഠിതമായി ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ സേവിച്ച് മുന്നോട്ട് പോകാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഈ പഴയ സാധനങ്ങളെല്ലാം കയറി വരും അല്ലേ? അവിടേക്കാണ് നമുക്ക് ജയമെടുക്കേണ്ടത്. സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ പലപ്പോഴും പഴയ മനുഷ്യൻ കയറി വരാറുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് ജയമെടുക്കേണ്ടത്, അതിനാണ് സമർപ്പിക്കേണ്ടത്. ദുർനടപ്പുകാരുടെ സംസർഗമായിരുന്നെന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. അപ്പോൾ പൗലോസ് ഒരു വേർപാട് എന്ന് പറഞ്ഞിങ്ങനെയാണ്, നിങ്ങൾ ദുഷ്പ്രവർത്തിക്കാരോട് സംസർഗമരുതെന്ന് എഴുതിയിട്ടുണ്ടത് ആരോടല്ല ആരോടാണ് എന്നൊരു രണ്ട് കാര്യങ്ങൾ വിവരിക്കുകയാണ്. ഈ ലോകത്തുള്ള ഒരുപാട് പേരുണ്ട്, ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരുണ്ട്. അവരോട് സംസർഗം വിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ അവരോട് ഈ ലോകത്തായിരിക്കുമ്പോൾ അവരോട് നമുക്ക് ഇടപഴകേണ്ടി വന്നേക്കാം, സംസാരിക്കേണ്ടി വന്നേക്കാം, ക്രയവിക്രയങ്ങൾ നടത്തേണ്ടി വന്നേക്കാം. ചിലപ്പോൾ നമ്മൾ അവരെ തൊഴിൽ ചെയ്യുകയോ ഒരു തൊഴിലാളി നമ്മൾ ആക്കി വയ്ക്കുകയൊക്കെ ചെയ്തതിന് വന്നേക്കാം. എന്നാൽ അങ്ങനെയുള്ളവരോടല്ല, മറിച്ച് ആരോടാണ് അവിടെ അദ്ദേഹം പറയുന്നത്? സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ നടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവുഷണക്കാരനോ മദ്യവനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്, അങ്ങനെയുള്ളവരോട് കൂടെ ഭക്ഷണം കഴിക്കുപോലും അരുത് എന്നത്ര ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തി പ്രമാണം വിട്ട് അന്യപ്പെട്ടു പോകുമ്പോൾ അവനോട് സംസർഗമരുത് എന്നുള്ളതായ ഒരു ഉപദേശമാണ് ഇവിടെ പൗലോസ് നൽകുന്നത്. ലോകമനുഷ്യൻ നമുക്ക് പലപ്പോഴും ലോകമനുഷ്യരോടാണ് നമ്മൾ പലപ്പോഴും ആ ഒരു കൂട്ടായ്മ കാണിക്കാതിരിക്കുന്നത് അല്ലേ? എന്നാൽ അവരെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. പിന്നെ എന്താണ്? സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ, രക്ഷിക്കപ്പെട്ട ഒരുവൻ, സ്നാനപ്പെട്ട ഒരുവൻ, അഭിഷേകം പ്രാപിച്ച ഒരുവൻ, ദൈവങ്ങളുടെ ഉപദേശം മനസ്സിലാക്കിയ ഒരുവൻ അന്യപ്പെട്ടു പോകുമ്പോൾ അവരോട് നമ്മൾ കൂട്ടായ്മരുത് എന്നാണ് അവിടെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനിൻ്റെ ഇടയിൽ നിന്ന് നിൽക്കളവീൻ. അപ്പോൾ ആ ദുർനടപ്പൊക്കെ ചെയ്യുന്ന വ്യക്തികളെ നമ്മുടെ ഇടയിൽ നിന്ന് നിൽക്കളവനാണ് ഇവിടെ ദേവദാസൻ ഉപദേശം നൽകുന്നത്. അടുത്ത 6-ാം അധ്യായം പ്രവേശിക്കുമ്പോൾ നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തരൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തരുടെ മുൻപിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? സഹോദരൻ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എവിടെയാണ് അത് പരിഹരിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകുകയാണത്. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? ഒരു കാലഘട്ടത്തിൽ നാം ലോകത്തെ വിധിക്കേണ്ടവരാണ്. അങ്ങനെയുള്ള നമ്മുടെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നത് നമുക്ക് കഴിയാത്ത കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഐഹികാര്യങ്ങളെ അത്രയധികം നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹികാര്യങ്ങളെ അത്രയധികം. അപ്പോൾ നമ്മൾ ദൂതന്മാരെ പോലും വിധിക്കത്തക്ക രീതിയിൽ ശ്രേഷ്ഠ പദവിയിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാക്കിയിട്ട് ഇന്ന് തമ്മിലുള്ള വിഷയങ്ങളെ പറഞ്ഞു തീർക്കുവാനായിട്ടുള്ള ഉത്സാഹം നമുക്കുണ്ടാകണം. അത് മറ്റൊരു നിലകളിലേക്ക് വ്യവഹാരത്തിനായിട്ട് പോകരുത് എന്നുള്ളതായ ഒരു വ്യവസ്ഥയാണ് വചനം നമുക്ക് നൽകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾക്ക് അറിയാം, ദുഃഖകരമായ സത്യം എന്താണ്? സഹോദരൻ വിഷയമുണ്ടാകുമ്പോൾ ആ വ്യവഹാരം എന്ന് നേരെ സ്റ്റേഷനിലേക്ക് അവിടുന്ന് കോടതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ സഭപരമായ കേസുകൾ ഇന്നത്തെ കോടതികളുണ്ട് അല്ലേ? അതൊക്കെ നമുക്ക് പറ്റിയ വലിയ അബദ്ധങ്ങളാണ്. നമ്മളെ പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയാതിരിക്കുന്ന നമുക്ക് വലിയ മണ്ടത്തരങ്ങളാണ്. നമ്മൾ അവിടേക്കാണ് മടങ്ങി വരേണ്ടത്. നമ്മുടെ ഈ പോക്ക് എവിടേക്കാ? കേസും കൂട്ടമൊക്കെ ആയി പോകുന്ന ഈ പോക്ക് കർത്താവിൻ്റെ സഭയ്ക്ക് യോജിച്ചതല്ല. നമ്മൾ തമ്മിലൊരു വിഷയം ഉണ്ടായാൽ
നമുക്ക് പരസ്പരം ഇരുന്ന് പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. കാരണം എന്താണ്? നമ്മൾ ദൂതന്മാരെ വധിക്കാൻ പോകുന്നവരാണ്. നമ്മളിതൊക്കെ മറന്നുപോയി. നമ്മൾ പ്രമാണം വിട്ടു ഓടുകയാണ്. കാലഘട്ടങ്ങളിൽ മടങ്ങി വരുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യ ഒരു കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരന് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിൻ്റെ പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് വളരെ ശക്തമായിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കപ്പെടേണ്ടതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. നാം പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, നമ്മുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. ഇത് പ്രശ്നമുണ്ടായാൽ നാം നമ്മുടെ ഇടയിൽ തന്നെ പരിഹരിക്കാൻ കഴിയണം. അത് പുറത്ത് അവിശ്വാസ അടുക്കിലേക്ക് ആ പ്രശ്നങ്ങൾ എത്തിയെന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ദുഃഖകരമായ സാഹചര്യം ഒന്നാണ്, ഒരു വിഷയമുണ്ടായി കഴിഞ്ഞാൽ ആദ്യം അത് അവിശ്വാസങ്ങളെ അറിയുക, അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടു സഹോദരങ്ങളോടും നമ്മളെയൊക്കെയുള്ള ബന്ധത്തിൽ നിന്ന് പരിശോധിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അധ്യായം പഠിക്കുമ്പോഴൊക്കെ ഒന്ന് നമ്മളെ കാണുവാൻ കർത്താവ് സഹായിക്കട്ടെ. തിരുത്തുവാനായിട്ട് ഒരു മനസ്സുണ്ടാകട്ടെ. ഇത് നമ്മുടെ പുസ്തകം നമ്മുടെ ഉണ്ടായിരുന്നതാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകവും അതിലുള്ള വചനങ്ങളും അതൊക്കെ. ഇത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും തന്നെയാണ് അതൊക്കെ തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മടങ്ങി വരുവാനുള്ള സമയമായിട്ട് നമുക്ക് ഇതിനെ കാണുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത വാക്യം, നിങ്ങളെന്ത് ചെയ്യുകയാണ്? അന്യായം ചെയ്യുന്നു, നഷ്ടം വരുത്തുന്നു. ആർക്കാണ്? സഹോദരന്മാർക്ക് തന്നെ. നമ്മൾ അന്യായം സഹിക്കേണ്ടവരാണ്, നമ്മൾ നഷ്ടം സഹിക്കേണ്ടവരാണ്. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? മറ്റുള്ളവർക്ക് നമ്മൾ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ നമ്മൾ അന്യായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്യായം സഹിക്കേണ്ടവർ, നഷ്ടം സഹിക്കേണ്ടവരെ മറ്റുള്ളവർക്ക് അന്യായം ചെയ്യുന്നു, നഷ്ടം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസഭയിൽ നിന്നുള്ള ഈ പ്രവണതകളൊക്കെ തുടച്ചു മാറ്റപ്പെടേണ്ടത്. അത് നൂറ്റാണ്ടിലെ അനുഭവം പോലെ പാടുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ തുടച്ചു മാറ്റുവാനായിട്ട് നമ്മൾ സഹായിക്കേണ്ടിയിരിക്കുന്നു. വളരെ ഗൗരവത്തോടെ നാം ഈ പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. വളരെ ഗൗരവത്തോടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എവിടേക്കോ നമുക്ക് പാഴ്ച സംഭവിച്ചു പോയിട്ടുണ്ട്, എവിടേക്കോ നമുക്ക് ക്രമക്കേടുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ക്രമപ്പെടുത്തുന്ന കാലഘട്ടമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു ക്രമീകരണത വരുവാനെ കർത്താവ് നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ. അടുത്തത്, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയത് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. തൊഴിൽനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, ആഭരണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും പ്രാപിച്ചിരിക്കുന്നു. പക്ഷേ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ അതിലൊരു കാര്യം, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്നാണ്. ദൈവസഭയ്ക്കകത്ത് ന്യായമില്ലാതെ പ്രവർത്തിക്കുന്ന, ന്യായമല്ലാതെ സംസാരിക്കുന്ന വ്യക്തികൾ ഓർക്കണം, നമ്മൾ ദൈവമക്കളാണെന്ന് പറഞ്ഞാൽ പോലും ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. ഈ ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം തിരുത്തർക്കെല്ലാം കഴിഞ്ഞിട്ട് അവിടെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവരാജ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വെറുതെ ആയില്ലേ? ഒരു മനംതിരിവിനായിട്ട് നമ്മൾ ഇത് സമയങ്ങൾ വിനിയോഗിക്കണം. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരെല്ലാം കർത്താവിൻ്റെ രാജ്യത്തെ അവകാശമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുക, നിങ്ങൾ ചിലരൊക്കെ പണ്ട് ഇങ്ങനെയുള്ളവരായിരുന്നു, പക്ഷെ നിങ്ങളിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? തിരിഞ്ഞു വന്നതിനാൽ നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുകയാണ്. കർത്താവായ തെറ്റുകളേറ്റ് പറയുമ്പോൾ ആ മനുഷ്യനെ ശുദ്ധീകരണം ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. യേശുവിൻ്റെ രക്തം ചില പാപം പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. വീഴ്ചകൾ സംഭവിക്കാം, പരാജയങ്ങൾ സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ അതെല്ലാം മറച്ചു വയ്ക്കുന്നതിന് ശുഭമായിരിക്കില്ല. പക്ഷേ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് കരുണ ലഭിക്കും. കഴിഞ്ഞ കാല ക്രിസ്തീയ ജീവിതത്തിൽ ഏതെങ്കിലും പാഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അധ്യായം പഠിക്കുമ്പോൾ എല്ലാം കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പുതിയ ക്രമീകരണത്തോടെ കൊണ്ടുപോകാനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.
അടുത്ത സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. അവിടെ നമുക്ക് എല്ലാത്തിനും അധികാരം ഉള്ളപ്പോൾ തന്നെ എല്ലാം നമുക്ക് യോഗ്യമല്ലാത്ത കാര്യം പറഞ്ഞിട്ട് അടുത്തത് നമ്മുടെ ശരീരത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ശരീരം കൊണ്ട് ദൈവോദ്ദേശം എന്താണെന്ന് പറയുകയാണ്. ശരീരമോ ദൂർനടപ്പിനല്ല, കർത്താവിൻ അത്രേ. കർത്താവ് ശരീരത്തിനും, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും നല്ല ശക്തിയാൽ ഉയർപ്പിക്കും. നമ്മുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നുവെന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങൾക്ക് ആക്കാമോ? ഒരു നാളും വരുത്. ഈശോയോട് പറ്റിച്ചേരുന്നവന് അവളുമായി ഏകശരീരമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരുമെന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവ് ആകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരുദ്ധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താങ്കളുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. വളരെ ശക്തമായ ഒരു ഉപദേശം നൽകുകയാണ്. നമ്മുടെ ശരീരം ആർക്കുള്ളതാണ്? കർത്താവിനുള്ളതാണ്. ഇത് എന്തിനുള്ളതല്ല? ദുർനടപ്പിനുള്ളതല്ല. ദുർനടപ്പ് ചെയ്യുന്നവൻ അവനോട് തന്നെ ദ്രോഹം ചെയ്യുന്നു. അങ്ങനെ ശ്രേഷ്ഠമായ കാര്യം മോശമൊന്നും ഇട്ടുകൊടുക്കാൻ പാടില്ല എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങൾ. അപ്പോൾ നമ്മൾ ആരാണ്, എന്താണ് എന്നുള്ള ബോധ്യം നമുക്കിപ്പോഴും ഉണ്ടാകണം. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണെന്നുള്ള ഓർമ്മ വേണം, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ശാന്തതയും, അല്ലേ? നമ്മുടെ ആലയങ്ങൾ കിടന്നുണ്ടെങ്കിൽ ശാന്തത കാണാറില്ല. അവിടെ കിടന്നുണ്ടെങ്കിൽ ആൾക്കാരെ ഇറങ്ങി ഓടുകയുള്ളൂ. പക്ഷെ നിങ്ങൾ മറ്റുള്ള ചില ആലയങ്ങൾ പോയി നോക്കി, വളരെ ശാന്തതയായിരിക്കും. ഇടയ്ക്കും ജനത്തിലൊരു ഭക്തി ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവും, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ചിന്തയുണ്ടാവും. സൈലൻ്റായി നിന്ന് അവർക്ക് പറയാനുള്ള കാര്യം ദൈവത്തോട് പറഞ്ഞ് സന്തോഷത്തോടെ ഒരു പോരുന്നവരുണ്ട്. അവിടെ അത് വൃത്തിയായി സൂക്ഷിക്കുന്നവരത് അതിനെ പരിപാടികളിൽ സൂക്ഷിക്കുന്നു. ഞാൻ ഒരിക്കലും ഡൽഹിയിൽ പോയപ്പോൾ ലോട്ടസ് ടെമ്പിളിൽ പോയിട്ടായി തീർന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. വളരെ സൈലൻ്റ് ആകാൻ വളരെ നിർബന്ധം. പല ആളുകളും അവരവരുടെ രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനകത്ത് ഇരുന്നിട്ട് അവരവരുടേതായുള്ള മതഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ട്. എന്നാൽ പല വിഭാഗക്കാർ ഒരേ ക്ഷേത്രത്തിൻ്റെ അകത്ത് വന്നിട്ടാണ് കാര്യം ചെയ്യുന്നത് തന്നെയും അതിൻ്റെ ഉള്ളിൽ ഭയങ്കര സൈലൻ്റാണ്. കുറച്ച് സമയം എനിക്ക് അവിടെ ഇരിക്കാനായിട്ട് സന്തോഷം തോന്നി. ഞാൻ കുറച്ച് സമയം വേറെ സമയം അവിടെ ഇരിക്കാനിടയായി തീർന്നു. അങ്ങനെ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അത് എനിക്ക് വളരെ സന്തോഷം തോന്നിയ സ്ഥലമാണ് ലോട്ടസ് ടെമ്പിൾ. ശാന്തമായിട്ട് വ്യത്യസ്ത മതസ്ഥർ അവിടെയുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അന്നത്തെ ഞാൻ പോകുന്ന സമയത്ത് വ്യത്യസ്തമായ ആളുകൾ, വ്യത്യസ്ത മതക്കാരായ ആളുകൾ അവിടെ വരുന്നു. അവരവരുടെ പ്രാർത്ഥന ചെല്ലുന്നു. പക്ഷെ അതെല്ലാം പിൻ ഡ്രോപ്പ് സൈലൻ്റ്, അല്ലേ? ഒരു സൂചി വീണാൽ പോലും കേളുന്ന അത്രമാത്രം സൈലൻ്റിലാണ് കാര്യം നടക്കുന്നത് അവിടെ. അപ്പോൾ നാം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് പറയുമ്പോൾ നമ്മെ അതിൻ്റെ വൃത്തിയിലും പാവനതയിലും സൂക്ഷിപ്പാനും കഴിയണം, അല്ലേ? അടുത്തതെന്താണ്? നാം ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട് ഇവിടെ ആര് വസിക്കുന്നത്? പരിശുദ്ധാത്മാവ് വസിക്കുന്നു. വെറും ആത്മാവല്ല, പരിശുദ്ധാത്മാവ്. പരിശുദ്ധമായതിനെ വസിക്കത്തക്ക രീതിയിൽ ഇത് വിശുദ്ധമായി സൂക്ഷിപ്പാൻ കർത്താവ് സഹായിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടങ്ങളാണ് നമ്മുടെ ഓരോരുത്തരും. നാം ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണെങ്കിൽ ഇവിടെ വരുന്നവർക്ക് നമ്മൾ കണ്ടുകൊണ്ടൊരു ഒരു ആശ്വാസം ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയണം. അപ്രകാരമുള്ള ആലയങ്ങളെ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അടുത്തത്, നിങ്ങളുടെ ശരീരം
നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ആ ബോധ്യം ഉണ്ടാവണം. എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. വിലയ്ക്ക് വാങ്ങിയ ഒരു ഉദ്ദേശമുണ്ട് എന്നെക്കുറിച്ച്. ആ ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ഞാൻ എപ്പോഴും നിലകൊള്ളുവാനിടയായിത്തീരണം. എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് എന്നെ സമർപ്പിക്കേണ്ട വരണം. ഞാൻ ഇനി എനിക്കുള്ള ആളല്ല, അല്ലേ? ഒരു യജമാനൻ ഒരു സാധനം വാങ്ങിയാൽ അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി അത് വാങ്ങിയത്. ഒരു പേന വാങ്ങുന്നവൻ ആ പേന എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത് പോലെ, ഒരു മൊബൈൽ വാങ്ങിയാൽ അത് അതിൻ്റെ ഉദ്ദേശത്തിന് ഉപയോഗിക്കുന്നത് പോലെ, ഒരു വാഹനം വാങ്ങിയാൽ അത് അതിൻ്റെ ഉദ്ദേശത്തിന് ഉപയോഗിക്കുന്നത് പോലെ യജമാനനായ ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അത് യജമാനൻ്റെ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് അനുസൃതമായി നമ്മൾ ഉപയോഗിക്കാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ യജമാനൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നല്ലവനും വിശ്വസദാസനും വിളിക്കപ്പെടയായിത്തീർന്നത്. അതുകൊണ്ട് നമ്മെ ആ നിലകളിൽ സൂക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. നമ്മൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അടുത്തെന്താണ്? നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പലപ്പോഴും നാം നമ്മുടെ നാമമഹത്വത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നവരാ, അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മുടെ പുകഴ്ചയ്ക്ക് ആഗ്രഹിക്കുന്നവരാ. പക്ഷെ വചനം പറയുന്നത് നാം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരാക്കിയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശാന്തമായി ചിന്തിക്കാൻ, എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെയാണ്? എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ? ദൈവനാമത്തിന് ചിന്തിപ്പാൻ കഴിയുന്നുണ്ടോ? പ്രവർത്തിപ്പാൻ കഴിയുന്നുണ്ടോ? എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകളെ ദൈവാത്മ ബോധ്യപ്പെടുത്തുന്നെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ച് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിപ്പാനായിട്ട് കർത്താവ് നമ്മെ ഒരു സഹായിക്കുമ്പോഴാകട്ടെ. നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പോവുകയാണ്. 7ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്ന മനുഷ്യൻ നല്ലതെങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല, ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ട് ഇരിക്കരുത്. നിങ്ങളുടെ അജീന്ദ്രിയത്വ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. ഞാനിത് കൽപ്പനയായിട്ടല്ല, അനുവാദമായിട്ടത്രേ പറയുന്നത്. സകല മനുഷ്യരും എന്നെപ്പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നുവെങ്കിലും ഒരുവൻ ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താന്താനെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു. ഇവിടെ കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പോലീസ് പറയുന്നു. അതിനെ പറയാൻ കാരണമുണ്ട്. ഇവർ ചില സംശയങ്ങളും ചില കുറ്റങ്ങളൊക്കെ കണ്ട് എഴുതി അറിയിച്ചിരുന്നത് നേരത്തെ. അതിനുള്ള മറുപടിയായിട്ടാണ് താൻ ഈ ഭാഗം ഇവിടെ വിവരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ജനത്തോട് അവരെഴുതി അയച്ച സംഗതികൾക്കുള്ള മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഭാര്യയും ഭർത്താവും എപ്രകാരമായിരിക്കണം കുടുംബത്തിൽ, അവരെങ്ങനെയായിരിക്കണം ചിന്തിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും പറ്റുന്ന കുഴപ്പം എന്താണ്? അതിനും പറയുന്നത് എങ്ങനെയാണ്? ഭാര്യ ഭർത്താവിന് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം, കർത്താവിന് എന്ന പോലെ കീഴ്പ്പെട്ടിരിക്കണം, അല്ലേ? ഇന്നത്തെ നമ്മുടെ സൗകര്യമാരെ കണ്ടു കഴിയുമ്പോൾ അവർ ഈ വചനം കെട്ടിട്ട് പോകില്ല എന്ന് തോന്നിപ്പോകാറുണ്ട്. കീഴ്പ്പെടുക, അനുസരിക്കുക, വിധേയപ്പെട്ടിരിക്കുക, അത് ആരെന്ന പോലെ, കർത്താവിന് എന്ന പോലെ എന്നൊക്കെ പ്രമാണം പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് ഇങ്ങനെ ബോണസ് നടത്തുന്ന സമയത്ത് ഇവിടെ ചില ദിവസം പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. ഒരു പിടിച്ചത് കൊളുമ്പിലടിച്ചു. ഒരു ആൻറ്റി ഇങ്ങോട്ട് പോന്നു. ഞങ്ങൾ സുവിശേഷ വേലക്കാരാന്ന് പറഞ്ഞു. സുവിശേഷ വേലക്കാരാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉടനെ അവർ മാത്യൂസേ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരുടെ ഒരു സ്ത്രീയല്ല, ഞങ്ങൾ രണ്ടു പുരുഷന്മാരാണ്, അപ്പോൾ അതുകൊണ്ട് അവരുടെ മകനെയോ അതിനെ വിളിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നു. അപ്പോൾ വന്നയാൾക്ക് ഈ സ്ത്രീകളെ അല്പം കൂടെ പ്രായം തോന്നി കണ്ടിട്ട്, മാത്യൂസേ അവരുടെ കയറിയിരിക്കാൻ പറ. അപ്പോൾ മാത്യൂസ് കയറിയിരിക്കേ. മാത്യൂസേ അവർക്ക് വെള്ളം എടുക്കട്ടെ ചോദിക്കുക. മാത്യൂസ് എന്തെങ്കിലും വെള്ളം എടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ മാത്യൂസ് ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ മുഴുവൻ ചോദിച്ചു, ഞങ്ങളുടെ ഒരു ദിവസം വെച്ചു, ആ സിസ്റ്റർ ആരാ? ഉടനെ മാത്യൂസ് പറയാ, അതെൻ്റെ ഭാര്യയാ. ഈ ഭാര്യ ഈ ഭർത്താവിന് ഇത്ര നേരം എന്തിനു വിളിച്ചുകൊണ്ടിരുന്നത്? മാത്യൂസ് വെള്ളം എടുക്കട്ടെ, മാത്യൂസ് കയറിയിരിക്കട്ടെ. അപ്പോൾ അവിടുത്തെ ശരിക്കുള്ള മാത്യൂസ് ആരാ? ഇത് പലപ്പോഴും നമ്മുടെ
പല കുടുംബങ്ങളും കാണുന്ന കാര്യമാണ്. അനുസരണം, വിധേയത്വം, കീഴ്പ്പെടൽ ഒന്നുമില്ലാതെ അനേക കുടുംബങ്ങളിൽ നിന്ന് തകർന്നുകൊണ്ടിരിക്കുക. കുടുംബ തകർച്ചയുടെ ഏറ്റവും വലിയ ഒരു കാരണം എന്നുള്ളത് സൗരന്മാരെ നിങ്ങളോട് തന്നെ പറയട്ടെ, നിങ്ങളുടെ അനുസരണമില്ലായ്മയാണ്. ബാക്കിയൊക്കെ ആളുകൾ ക്ഷമിച്ചു വരികയും, പക്ഷേ നിങ്ങളുടെ അനുസരണമില്ലായ്മ അവർ ഒരിക്കലും ക്ഷമിച്ചു വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ കർത്താവിന് എന്ന പോലെ കേൾപ്പോൾ കർത്താവിന് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അത് അനുസരിക്കാതെ പോകും. നിങ്ങളെ വേണ്ടി ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കാണ്ട് പോകാം. കർത്താവിന് എന്ന പോലെ കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന പോലെ വളരെ അനുസരണ മനോഭാവം ഈ കുടുംബത്തിലും വേണമെന്നുള്ളതാണ്. അതില്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നു. പല ഭർത്താവും ചെയ്യുന്നത് സ്നേഹിക്കുവാനും കരുതുവാനും കഴിയണമെന്നുള്ളതാണ്. ഇല്ല, ചിലർക്ക് അന്തപ്പന ചിന്തയൊന്നുമില്ല. കരുതലില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്, സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരുണ്ട്. ചത്ത പോലും കുഴപ്പമില്ല, തിരിഞ്ഞു നോക്കില്ല, ജീവിച്ചാലും തിരിഞ്ഞു നോക്കില്ല, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അത് തെറ്റാ. ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്തമുണ്ട് കുടുംബത്തിൽ. ദൈവസഭയിൽ ഉത്തരവാദിത്തമുള്ള പോലെ തന്നെ കുടുംബത്തിലും അവരവർക്ക് അവരവരുടേതായ ഒരു ഉത്തരവാദിത്തമുണ്ട്, റോളുണ്ട്. അതെല്ലാവരും അനുസരിച്ചെങ്കിൽ മാത്രമാണ് അത് വിജയപ്രദമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കുടുംബങ്ങൾ തകരുന്നു. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ വിവാഹമോചനം എന്നുള്ളതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. ഒരു കുടുംബത്തിൽ ആരെങ്കിലും വിവാഹമോചനം നേർന്നു നമുക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു അതിശയകരമായ വാർത്തയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അത് മാറി. ഇപ്പോൾ പണ്ടാണ് പിള്ളേർ പറഞ്ഞ പോലെ വിവാഹം കഴിച്ചിട്ട് വേണമെന്നൊരു വിവാഹമോചനം നേടുക ഞങ്ങളത് നിലയ്ക്ക് എത്തിക്കഴിഞ്ഞു. ഇതിലൊക്കെ പരിതാപകരമായ സത്യം എന്നുള്ളത്, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് പോലും വിവാഹ മോചന കേസുകൾ ഒരുപാട്. എനിക്കറിയാവുന്ന ദൈവമക്കൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തുള്ള ഒരു വക്കീല്, വളരെ നല്ല വിദ്യാഭ്യാസമുള്ള ദൈവമക്കളാണ്, സാമ്പത്തിക മുന്നോക്കമുള്ള ദൈവമക്കളുടെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തുള്ള ഒരു വക്കീലാണ് പറഞ്ഞത്, എൻ്റെ സാറേ, ഇന്ന് കോടതിയിലുള്ള കുടുംബത്തിലുള്ള കേസുകളിൽ ഒരു 70% കേസുകളും നിങ്ങൾ ഈ പറയുന്ന വിശ്വാസികളുടെ ഇടയിൽ നിന്ന് കേസുകളാണ്. ക്രിസ്ത്യാനികളുടെ കേസ് എന്നല്ല പറഞ്ഞത്, വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ. അപ്പോൾ ഒരുപാട് വിവാഹമോചനം നമ്മുടെ ഇടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ കാരണം? നമുക്ക് ഓരോ കാരണങ്ങൾ പറയാനുണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയും, പ്രധാനപ്പെട്ട കാരണം 1 ഈ അനുസരണക്കേടും, 2 ഈ സ്നേഹമില്ലായ്മയായിരിക്കും, കരുതലില്ലായ്മയായിരിക്കും. ഇത് രണ്ടും ഓരോരോ റോളുകൾ അവർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസം കുടുംബങ്ങളുണ്ടാകും, ഭിന്നാഭിപ്രായങ്ങളുണ്ടാകും കുടുംബങ്ങളിൽ. അതൊക്കെയും പരിഹരിക്കപ്പെടുവാൻ കഴിയുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ കഴിയണമെന്നുള്ളതാണ് ദൈവം അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് സഹായിക്കുമാറാകട്ടെ. താഴോട്ട് വായിക്കുമ്പോൾ, വിവാഹം കഴിയാത്തവരുടെ വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തു കൊണ്ടാൽ അവർ കൊള്ളാമെന്ന് ഞാൻ പറയുന്നു. ജിതേന്ദ്രൻ ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ. അഴുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത്. വിവാഹം കഴിക്കാത്തവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിന് വേർപിരിയരുത്. പിരിഞ്ഞെന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നേർന്നു കൊള്ളണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്നാൽ ശേഷമുള്ളവരോട് കർത്താവല്ല, ഞാൻ തന്നെ പറയുന്നത്, സഹോദരൻ അവിശ്വാസിയായ ഒരു ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോട് കൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവും ഭാര്യ മുഖാന്തരവും വിശദീകരിക്കപ്പെടും. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം എന്ത് ചെയ്യും? വിശദീകരിക്കപ്പെടും. അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശ്വരെന്ന് വരും, ഇപ്പോഴവർ വിശുദ്ധരാകുന്നു. അവിശ്വാസി വേർപിരിയുന്നെങ്കിൽ പിരിയട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ഭദ്രായിരിക്കുന്നില്ല. എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവമേ വിളിച്ചിരിക്കുകയാണ്. സ്ത്രീയെ നീ ഭർത്താവിന് രക്ഷവരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? പക്ഷേ നീ ഭാര്യയ്ക്ക് രക്ഷവരുത്തുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്നാൽ ഓരോരുത്തനെ കർത്താവ് വിവാഹം വെച്ച് കൊടുത്തതുപോലെയും ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളോടും ആജ്ഞാപിക്കുന്നത്. ഒരുത്തൻ പരിശോധനയോടെ വിളിക്കപ്പെട്ടുവോ അഗ്രഹർമ്മം വരുത്തരുത്. ഒരുത്തൻ്റെ അഗ്രഹർമ്മത്തിൽ വിളിക്കപ്പെട്ടുവോ പരിശോധന ഏൽക്കരുത്. പരിശോധന ഒന്നുമില്ല, അഗ്രഹർമ്മവും ഒന്നുമില്ല.
ദൈവകൽപ്പന പ്രമാണിക്കുന്നത്രേ കാര്യം. ഓരോരുത്തരും വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വെച്ചുകൊള്ളട്ടെ. ഈ ദാസനായി വിളിക്കപ്പെട്ടു വ്യസനിക്കരുത്. സ്വതന്ത്രരാകുവാൻ ഇച്ഛിക്കുകയും എഴുത്. സ്വതന്ത്രരാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിൻ്റെ ദാസനാകുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. സഹോദരന്മാരെ, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗങ്ങൾ വിവരിക്കുന്നു. ഒടുവിൽ യജമാനനായിരിക്കേണ്ടവൻ യജമാനനായും ദാസനായിരിക്കുന്ന കാര്യങ്ങളെ അവിടെ പറയുകയാണ്. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. നമ്മൾ എന്തിനു വേണ്ടി കർത്താവ് വിളിച്ചു? ആരായ കർത്താവ് വിളിച്ചു? ആ നിലയിൽ തന്നെ തുടരുവാൻ, അതിൽ നിലകൊള്ളുവാനാണ് കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ഒരു സെക്ഷനിലെ പല കാര്യങ്ങൾ ചിന്തിപ്പാനിടയായിത്തീർന്നു. 2-3 അധ്യായങ്ങൾ നമ്മളതിൽ കവർ ചെയ്യാനിടയായിത്തീർന്നു. നമുക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ എടുക്കപ്പെടുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നുണ്ടോ? നാം ദൈവത്തിൻ്റെ മന്ദിരങ്ങളായി മാറുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള മാതൃകയുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയുന്നുണ്ടോ? അനുസരിക്കേണ്ടതിനെ അനുസരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിധേയപ്പെടുവാൻ കഴിയുന്നുണ്ടോ? കീഴ്പ്പെട്ടിരിക്കാൻ കഴിയുന്നുണ്ടോ? സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? കരുതേണ്ടവരെ കരുതാൻ കഴിയുന്നുണ്ടോ? വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തുടരുകയാണോ? നാം അതിന് മുകളിലേക്ക് കയറി പോവുകയാണോ? ശാന്തമായി ചിന്തിച്ച് എന്തെങ്കിലും നിലകളിലൊക്കെ കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു പുതിയ ക്രമീകരണത്തിൽ കൊണ്ടുപോകാനായിട്ട് കർത്താവ് ഓരോരുത്തരെയും സഹായിക്കുമ്പോഴാണ് സമർപ്പിക്കാം. നമുക്ക് ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കുമ്പോഴാണമേ. ഇത് നിലകളിൽ ദൈവം സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഓരോ കാര്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിനെ കാണുവാനായിട്ട്, നമ്മളെ പരിശോധിപ്പാനായിട്ട് ക്രമീകരണം വരുത്തുന്ന സ്വർഗങ്ങളെ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നാമത്തെ പിന്നെയും മഹത്വപ്പെടുത്തിയാട്ടെ. യേശു നാം തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദർശനത്തിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമ്പോഴാണ്. കർത്താവിൻ്റെ ഒരു താമസം നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറിയ നമ്മൾ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.